സർ മെഡിക്കൽ വിദ്യാഭ്യാസം ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് സർ ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് RCC, MCC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൂടാതെ മെഡിക്കൽ കോളേജുകൾ, അതുകൂടാതെ 28 ജില്ലാ ആശുപത്രികൾ, ഇവിടെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ. മെഡിക്കൽ കോളേജുകളിൽ ഇനാക് മെഷീൻ ഉണ്ടായിരുന്നില്ല സർ UDF-ന്റെ കാലഘട്ടത്തിൽ, അത് LDF-ന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സർ എൻ്റെ മുന്നിൽ ഉള്ളത് ഒരു പത്രത്തിന്റെ കട്ടിംഗ് ആണ് സർ. സർ ഈ പത്രത്തിന്റെ കട്ടിങ്ങിൽ പറയുന്നത്, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ, കൊച്ചി ക്യാൻസർ സെന്റർ ജലരേഖയായി കമ്മീഷൻ ഉത്തരവ് ചീഫ് സെക്രട്ടറി തള്ളി, ക്യാൻസർ സെന്റർ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. ജസ്റ്റിസ് JB കോശിയാണ് സർ ഇന്നത്തെ കമ്മീഷൻ. അപ്പോ ഒരു ജില്ലാ സഹകരണ ബാങ്ക് 450 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ കൊച്ചിയിൽ ക്യാൻസർ സെന്റർ വേണ്ട എന്ന നിലപാടെടുത്ത UDF സർക്കാരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സാർ LDF സർക്കാർ വന്നപ്പോൾ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് സാർ മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാൻസർ സെന്റർ കൊച്ചിയിൽ തയ്യാറായിരിക്കുകയാണ് സാർ. അതിന്റെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും. സാർ അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളിൽ ഓരോന്നിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റമുണ്ട് സാർ. സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഓരോരുത്തരായി സംസാരിച്ചല്ലോ, അവര് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം സാർ. സാർ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചികിത്സാ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. കാർട്ടിസെൽ തെറാപ്പി സാർ, ബഹുമാനപ്പെട്ട ചെയർ, അങ്ങയുടെ മണ്ഡലത്തിലുള്ള മലബാർ ക്യാൻസർ സെന്റർ ഇന്ത്യയിൽ വളരെ കുറച്ച് ആശുപത്രികൾ മാത്രമേ ഉള്ളൂ, ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല സാർ. അതായത് രോഗമില്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രോഗമുള്ള കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് സർ കാർട്ടിസെൽ തെറാപ്പി. 50 ലക്ഷം, 60 ലക്ഷം, 70 ലക്ഷം രൂപ പുറത്താകുന്ന ആ ചികിത്സ മലബാർ ക്യാൻസർ സെന്ററിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ RCC വികസിപ്പിക്കുകയാണ് സാർ. മലബാർ ക്യാൻസർ സെന്ററിൽ അവിടെ വളരെ വിജയകരമായി ചെയ്യുന്നു സാർ. ഇതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റം. ഇതിൽ ബേജാറായിട്ട് കാര്യമില്ല സാർ, ഇതിൽ ബേജാറായിട്ട് ഒരു കാര്യവുമില്ല സാർ. ഇങ്ങനെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാർ, UDF-ന്റെ കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ആ രോഗി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള റാന്നി അംഗം പറഞ്ഞു 40-45 ലക്ഷം അതിലും അപ്പുറം രൂപ ആവശ്യമായി വരുന്നു പുറത്ത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചു, എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഇത് നമുക്ക് ചെയ്തുകൂടാ? അങ്ങനെ കേരളത്തിൽ സർ ആദ്യമായി 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ആരംഭിച്ചു സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു സാർ. കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സാർ. സാർ ഇവിടെ പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് സാർ വിവിധ ജലസ്രോതസ്സുകളിൽ കാണപ്പെടുന്ന അപൂർവമായി മനുഷ്യരിൽ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആഗോള ലിറ്ററേച്ചർ സാർ, അപൂർവമായി മനുഷ്യരിൽ രോഗബാധ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സൂക്ഷ്മാണുവാണ് സാർ അമീബ. അത് എല്ലാ ജലസ്രോതസ്സുകളിലുമുണ്ട് സാർ. കായലുകളും പുഴകളും നീരുറവകളും കുളങ്ങളും പൈപ്പ് വെള്ളവും എല്ലായിടത്തും അമീബയുടെ സാന്നിധ്യമുണ്ട് സാർ. സാർ പ്രത്യേകിച്ച് ഈ അമീബ പല വിഭാഗങ്ങളുണ്ട് സാർ. 2 രീതിയിലാണ്. ഒന്ന് പ്രൈമറി അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് എന്നുള്ളതാണ്, PAM എന്നറിയപ്പെടുന്നത് സാർ. അതിന്റെ കാരണഹേതു നെഗ്ലേറിയാണ് സാർ. നെഗ്ലേറിയ ഫൗളറി എന്ന അമീബയാണ് സാർ. ആഗോളതലത്തിൽ അതിന്റെ മരണനിരക്ക് 98% മുകളിലാണ് സാർ. സാർ രണ്ടാമത്തെ വിഭാഗമാണ് അത് ഗ്രാനുലോമസ് അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ്. അതിന് പല അമീബകൾ കാരണമാണ് സാർ. അക്കാൻഡ് അമീബ അതിന് കാരണമാണ്, ബാലമുത്തി അമീബ അതിന് കാരണമാണ്, സാപ്പിലിയ കാരണമാണ്. അങ്ങനെ വിവിധ അമീബകൾ അതിന് കാരണമാണ് സാർ. സാർ ഇവിടെ പറഞ്ഞത് ശരിയാണ്. 2016-ലാണ് സാർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് 2016-ലാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട് സാർ. അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് 1 കേസ് 2 കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി സാർ. 2023-ലെ കോഴിക്കോട് നിപ്പ ഔട്ട്ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സാർ. സാർ ഇന്ത്യയിൽ തന്നെ മസ്തിഷ്ക ജ്വരങ്ങൾ മൂലമുള്ള മരണങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് സാർ. ആഗോളതലത്തിൽ 45 മുതൽ 50% മസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇന്ത്യയിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 25 മുതൽ 30% മസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് സാർ. എയിംസ് ഉൾപ്പെടെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണ് സാർ ഞാൻ പറയുന്നത്. അതായത്
70% മസ്തിഷ്ക ജ്വരങ്ങളും എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് 2023 നിപ്പ ഔട്ട്ബ്രേക്ക് കോഴിക്കോട് ഉണ്ടായപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു. അതായത് മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകുമല്ലോ. മസ്തിഷ്ക ജ്വരങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു സർ. പക്ഷേ അന്നു മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു സർ. അങ്ങനെ മിനിസ്റ്റർ സൗകര്യം തിരുവനന്തപുരത്ത് മാത്രമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ കാസർഗോഡിലെ രോഗിക്ക് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ വരെ അൻവർ കൂടി പറഞ്ഞിരുന്നു. ഈൽഡ് ചെയ്യുന്നുണ്ടോ? അൻവർ കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. തലസീമിയ രോഗികൾക്ക് മരുന്നില്ല. സാറേ അത് ഞാനത് ആലുവ എൻ്റെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴും ഈ മരുന്നുകൾ ഇപ്പോൾ ഈ രോഗികൾക്ക് കൊടുക്കാൻ കേരളത്തിൽ തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ വസ്തുത എന്താണ്? അത് കൊടുക്കാൻ സാധിക്കും? സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പറയാം. ബഹുമാനായ കൊണ്ടോട്ടി അംഗം പറഞ്ഞൊരു വിഷയത്തിൽ സാർ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും. ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ. അവിടെ ഒരു VRDL ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 2 VRDL ലാബുകളാണ് ഉള്ളത്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 2 മഞ്ചേരി മെഡിക്കൽ കോളേജിലും. സാർ, എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും. തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത്. കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട്, ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും. പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറയാം സർ. അപ്പോ ഇത് ഏത് അമീബയാണ്, നെഗ്ലേറിയ ഫൗളറി ആണോ, അക്കാൻഡ് അമീബയാണോ, മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള PCR ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് 2 ഉണ്ടായിരുന്നുള്ളൂ. അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല. അമീബയാണ് എന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം. അടുത്ത ഘട്ടമാണ് ഏത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ 2 ഉണ്ടായിരുന്നുള്ളൂ സാർ, ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇത് PCR ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു. കോഴിക്കോടും ഉടനെ തന്നെ PCR സംവിധാനം ആരംഭിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജ്വരം അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല, എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ്. സാർ, ഞാൻ പറഞ്ഞ പോയിന്റ് 70% മസ്തിഷ്ക മരണങ്ങളും ഇന്ത്യയിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുന്നില്ല. 2023 നിപ്പ ഔട്ട്ബ്രേക്കിന് ശേഷം നമ്മൾ ഇത് പരിശോധിക്കാനായിട്ട് തുടങ്ങി, റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. വൈറൽ പാനൽ ടെസ്റ്റ് നെഗറ്റീവ് ആകും, അല്ലെങ്കിൽ അമീബയ്ക്ക് പരിശോധിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് സാർ നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയത്. സാർ, ഇതിൽ 2020 എയിംസ് ന്യൂഡൽഹിയിലെ മൈക്രോബയോളജി വിഭാഗം യൂറോപ്യൻ ജേണൽ ഓഫ് പ്രിസ്റ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ 1% അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുകയുണ്ടായി സാർ. 2022 പ്രശസ്തമായ PGI ചണ്ഡീഗറിലെ മെഡിക്കൽ പാരസിറ്റോളജി വിഭാഗം പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്രലേഖനത്തിൽ മസ്തിഷ്ക ജ്വരം സംശയിച്ച 156 പേരുടെ തലച്ചോറിലെ സ്രവ പരിശോധനയിൽ 11 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയുണ്ടായി സാർ. സാർ, ഇനി ഇത് ഞാൻ പറഞ്ഞത് മറ്റിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ട്, പക്ഷേ അത് കണ്ടെത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. സാർ, ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ 7% അമീബിക് മസ്തിഷ്ക ജ്വരമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സർ, 2023 കൊൽക്കത്തയിലെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിനിൽ അവിടെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള പഠനം നടന്നു സാർ. അതിലും രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങൾ അതിന്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സാർ, ഞാൻ ഈ സഭയുടെ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ അറിവുകളെ അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മസ്തിഷ്ക ജ്വരം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ മുതൽ, ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സാർ കേരളം. സാർ, അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് ഒട്ടനേകം പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്.